നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പോകുന്നത് ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്കാണ്. അവിടെ ഫിഷ് മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവിധ മീനുകളുടെ അവൈലബിലിറ്റി എല്ലാം ഞാൻ ഇതിനകത്ത് പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ ദേര ഫിഷ് മാർക്കറ്റ്, പുതിയ ഫിഷ് മാർക്കറ്റാണ്. പുതിയതെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ, അധികം പഴക്കമില്ല. അപ്പോൾ ഇതിലേക്ക് കയറി വരുന്ന ഭാഗമാണ് ആക്ച്വലി ഇത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കുണ്ടാവും നമ്മളൊരു ഫിഷ് മാർക്കറ്റിൻ്റെ ഫീല് നമുക്കിവിടെ തോന്നില്ല. അതിനേക്കാൾ നല്ല ഡീസൻറ്റ് ക്ലീൻ ആയിട്ടുള്ളൊരു ഫീലാണ്. ഇവിടെ നമുക്ക് ഇതുപോലെ കുറേ ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളുണ്ട്. കുട്ടികൾക്കുള്ള എന്താ പറയുക ടോയ്സ് കാര്യങ്ങൾ അതെല്ലാം ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് പോപ്കോൺ ഐറ്റംസ്, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാവിധ സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ മാർക്കറ്റിനകത്തേക്ക് കയറാൻ പോകുന്നത് ഇത് നമ്മുടെ ദുബായിലെ ഏറ്റവും വലിയ എന്താ പറയുക മീൻ പീടിയ അല്ലേ, മീൻ മാർക്കറ്റ്. ഇത് കണ്ട നമുക്ക് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ്. അങ്ങനെ മീനിൻ്റെ നാറ്റോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇവിടെയുള്ള മീനുകളുടെ എണ്ണം ഞാൻ കാണിച്ചു തരാം. ഓരോ മീനുകളുടെ വലിപ്പം നോക്കി കണ്ട, നല്ല പെട്ടക്കണ മീനുകളാണത്. ഫ്രഷ് മീനുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ അത് ദുബായിൽ. നല്ല പെട്ടക്കണ മീനുകളാണ്. ഇതെന്താ മീൻ മുട്ടയാണോ സൊല്ലട്ടാ? ഇതാണോ മീനിൻ്റെ സാൽമൻ്റെ മുട്ടയാണോ? ഫിഷ് ഒക്കെ ഭായ് ഇതൊക്കെ മുട്ട മലയാളിയാ? ഓക്കെ, ഇത് മീനിൻ്റെ മുട്ടയാണ് കേട്ടോ. ഇതാണ് സാൽമൺ മീൻ. ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഉള്ള മീനാണ് കേട്ടോ അത്. സാൽമൺ പ്രൈസ് എത്രയാണ്? 60 രൂപ. നല്ല ക്വാളിറ്റി ഉള്ളൊരു മീനാണ്. 60 രൂപയാണ് അതിന് കിലോയ്ക്ക്. അന്നെടുത്തോ നോക്കണ. ഇത് ഫ്രഷ് ആണോ? ഇതാണോ ഒമാനി എന്ന് പറയുന്നത്? ഒമാന് ടേസ്റ്റ് ഇല്ലാത്തല്ലേ? ഒമാനല്ല ഒരു ടേസ്റ്റ് ഇല്ലാത്ത മീൻ പറയണേ. ഒമാന്റെ അയിലല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. ആണോ അതാ ടേസ്റ്റ് ഉള്ളത്? 2 മാസം 3 മാസം സീസൺ ടൈമിൽ മാത്രമേ ദുബായിന്റെ അയിലുണ്ടാവും. ദുബായിന്റെ അയിലൊന്നും വന്നിട്ടില്ല. പിന്നെ അതിനെ തരിക മാജിക്കിലൂടെ അത് തരും. നിങ്ങൾ ബിസിനസ്സുകാർ തമ്മിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? നമ്മൾ അയിലന്റെ മെയിൻ കച്ചവടക്കാരാണ്. ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ ഇന്ന് നമ്മൾ വാങ്ങണ ഒരു മീനാണ് അയില. ഇത് ഒക്ടോപ്പസ്. ഒക്ടോപ്പസിനെ കണ്ടോ? നീരാളി. See this one mouth. This very nice. We think this too much like this one. This for calamaris. Kundal. Yeah, this kundal. Yes. See, it's very nice. See? This meat too much taste. This one. Yeah. This for prawns. See, this prawns. This for live. This Arabian prawns? Yes, this for live. See, live. This one crab. Yeah, this Fresh? one? Yeah, this fresh one crab. See, it's very nice. Then what is the another specialty Mandal. for you? This one mandal. 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 Yeah. It's very nice. See? बड़ा वाला है ना? Yeah. This kalanji. Baramundi. हाँ. बोलो क्या बोलो? Baramundi. This one. Baramundi. This local Arabian sea bass. Oh. Yes. This one sabrin. Only one bone. This very nice. This for grill. This very nice fish. Okay. Yeah. ये अमूर है? This one hamur. Arabic special fish है. Yeah. This big one. Special fish. This one. Local hamur. ലോക്കൽ ഹമൂർ. ഇതാണ് ഹമൂർ കേട്ടോ. ഇവിടെ അറബികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫിഷാണിത് ഗ്രില്ലിന് വേണ്ടിയിട്ട്. ദിസ് ഈസ് വൺ. This cuttlefish. Cuttlefish. This for This for fry. Too much taste. This one. Really? Yeah. This for cutting. This one big bone. This remove. Okay. After this cutting, this Okay. whole finger. This is same like this one. This for coming ring. Oh, okay. This no ring. This for chips. This Oh, for finger. okay. അപ്പോൾ നമ്മൾ കൂന്തലാണെങ്കിൽ റിംഗ് ആയിട്ട് വരും. നമ്മൾ ഫ്രൈ ഒക്കെ ആക്കി കഴിഞ്ഞാൽ. പക്ഷേ ഈ സാധനം നമ്മൾ ചിപ്സ് പോലെ ഉണ്ടാവുന്ന പുള്ളി പറയണ
ഇത് പിന്നെ ഫെമിലിയർ ആണ് നമ്മുടെ It's Natholi. Natholi. Yes, 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 Yes. yes. This Indian favorite fish, this one. Correct. Yes. It's too much like Indian, this one. Yes, yes, yes. Yes. Okay. Your name, please? Umar, Prince. Umar. Yes. Great, great. So, thank you guys. Okay, thank you. Thank you, bro. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിനകത്ത് കയറുമ്പോൾ ഒരൊറ്റ സംശയം ഉണ്ടാവുള്ളൂ, നമ്മൾ എവിടെ നിന്ന് വാങ്ങണം എന്നുള്ള ഒരൊറ്റ കൺഫ്യൂഷനുള്ളത്. ഇത് നമുക്ക് आपका दुकान कौन सा है? ये दुकान है। ये दुकान है. हाँ, ओके, आपका नाम क्या है भाई साहब? मेरा नाम मोहम्मद रमजान है। ठीक है. अल्लाह पास की मेरा भाई है। ठीक है. अल्लाह पास की शेर गाता है। बचपन में बहुत कुश्ती लड़ा। इधर ऐसा किया। इधर कुछ ऑफर है? ऑफर है? हाँ, ऊपर है। क्या ऑफर है? 1 किलो 20 है। किलो 20 है। हाँ, बिल्कुल ऊपर। हाँ हाँ हाँ, शहरी आधा पास दर्री। हाँ, आई लव यू। ठीक है. എന്താണ് ചേട്ടാ സുഖല്ലേ? വളരെ നല്ലത്. എവിടെ നിങ്ങളെ വിശേഷം? നമ്മുടെ സുഖം തന്നെ. ഇപ്പം നമുക്ക് കുറച്ച് കേരച്ചൂര് കിട്ടാൻ മാർഗമുണ്ടോ? കേരച്ചൂർ ഇപ്പം വരുന്നില്ല. വരുന്നില്ലേ? ഒരു 3-4 മാസമായി വരാത്ത. ആണോ? പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റേതാണ്, ഇത് ബ്ലാക്ക് ചുവപ്പ് ഇറച്ചിയുള്ള. ആ, അതാണല്ലേ. ആ, ഓക്കെ ഓക്കെ. മറ്റേ വെള്ളം ഇല്ലാന്നർത്ഥം. വെള്ള ഇറച്ചി വരുന്നത്. കിംഫിഷ് ആക്കുന്ന കിംഫിഷ് എങ്ങനെയാ നിങ്ങള് വില? 25 ദിനംസാ. 1 കിലോനാ? കുറയില്ലേ? കുറവാണ്. മാർക്കറ്റ് വില കുറവാണ്. ഇത് ഇന്ന് രാവിലെ വന്നോ അതോ വൈകുന്നേരം? നേറ്റ് വന്നു. ആണോ? ഇവിടെ എപ്പോഴാ ഫിഷ് വരുന്ന സമയങ്ങൾ എപ്പോഴാ? 12 മണി മുതൽ 4 മണി വരെ. ഉച്ചയ്ക്ക് 12 മുതൽ നൈറ്റ്. ആ, എന്നിട്ട് രാവിലെ 6 മണി വരെ അല്ലേ? 15 ഇത് 10 ലോക്കലാണ്. എന്നാ അതിലേക്കണം നമുക്ക് ലാസ്റ്റ്. 2 കിലോ 15. ഏതോ നല്ല അതിൽ ഏതാ ഇതില്? അല്ല, ഇവിടുത്തെ ലോക്കല് ഇതോ? ഇത് 2 കിലോ 15. 2 കിലോ 15. ഇത് നല്ലത് വേണ്ടേ? അതാണ്. നിങ്ങളെ പേരെന്തൊക്കെ? ആഷഫ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ മീൻ പിടിച്ചു കൊണ്ടിരുന്നതൊക്കെ ഇവിടുത്തെ നാട്ടിലത്തെ ആൾക്കാരാണോ അതോ പുറത്തത്തെ ആൾക്കാർ പിടിക്കുകയാണോ? പുറത്തത്തെ ആളുകൾ. ഇവിടുത്തെ അറബില്ല. ഒരാളുണ്ടാവും, ഒരു അറബി ഉണ്ടാവും. ആ, പിന്നെ നമ്മള് മദ്രാസികള്, പറയോ? ശ്രീലങ്ക, മദ്രാസ്. അവരാണ് മെയിനായിട്ട് ഇവിടെ ഈ ദുബായിൽ മീൻ പിടിക്കുന്ന ആൾക്കാര് മീൻ പിടിക്കും അല്ലേ? അല്ലാതെ ഇത് പുറം രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനമല്ലല്ലോ ഇവിടെ കിടക്കണേ. അയില, മത്തിയൊന്നും അങ്ങനെ ഇല്ല. വെള്ളാവലി, കറുത്താവലി, ചെമ്മീന്, കിംഫിഷ്, ആ ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. ഇവിടെ പിടിക്കണതില്ല. ഇവിടെ പിടിക്കുന്നുണ്ട്, പക്ഷെ വെള്ളാവലിയൊന്നും ദുബായിലില്ല. ഇല്ല അല്ലേ? ഇറാന്, പാകിസ്ഥാൻ, ഇന്ത്യ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. വെള്ളാവലി ദുബായിലില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഫിഷ് വാങ്ങുന്നതും പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും? വിലയിൽ കുറവുണ്ടോ? വിലയിൽ കുറവുണ്ടാവും. ഇത് ദിവസം ഡെയിലി വരുന്ന ഫ്രഷ് ആയിരിക്കും എന്നുള്ളത്. ഫ്രഷ് ആയിരിക്കും. അവിടെ കടയിലൊക്കെ കൊണ്ടുവച്ചിട്ട് മൂവിങ്ങുള്ള ഷോപ്പ് ഉണ്ടാവും. ഇല്ലെങ്കിൽ 2 ദിവസം 1 ദിവസമൊക്കെ പിന്നെ പഴയത് സാധനങ്ങളായിട്ടുണ്ടാവും. ഇവിടെ ആകുമ്പോൾ ക്ലീൻ ആയിരിക്കും അല്ലേ? ഇതിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ മായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മായങ്ങളില്ല. ഇവിടെ ഒന്നും ഇടൂല. ഡയറക്റ്റ് ബോട്ടിൽ നിന്ന് ഇവിടെ തട്ടുക അല്ലേ? നാട്ടിലത്തെ ഉടായ്പ പരിപാടിയൊന്നും ഇല്ലല്ലേ? ഇന്നിറക്കി ഇന്ന് തന്നെ തീരും ഇവിടെ ഫുള്ള്? അല്ല, ആണോ? കംപ്ലൈന്റ് ഇല്ല. അവിടെ ചില്ലറാണ്, എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഡിഗ്രി അല്ല, ഇപ്പൊ ഇന്ന് ഇറങ്ങിയ ലോഡ് മാക്സിമം എത്ര ദിവസം കൊണ്ട് തീരും നിങ്ങൾക്ക്? ഞങ്ങൾ ഒരു ദിവസം ഡെയിലി പിന്നെ ചിലവുള്ള അനുസരിച്ച് എടുക്കുള്ളൂ. കണക്കുണ്ടാവും. അല്ലാതെ ഔട്ട് ഓഫ് സ്റ്റോക്ക് സാധനം കിടക്കൂല. സ്റ്റോക്ക് കുറവാകും. ആണല്ലേ? ഓക്കെ, എന്തായാലും വളരെ സന്തോഷങ്ങൾ പരിചയപ്പെട്ടില്ലേ. നാട്ടിലെവിടെയാ? നാട്ടിലെ കുറ്റിപ്പുറം അല്ലേ? കണ്ട സന്തോഷം. കണ്ടതൊന്നും പോരാ, നിങ്ങൾക്ക് ജീവനോടെ വേണമെങ്കിൽ ഇതുണ്ടോ? ഇത് ലോബ്സ്റ്റർ അല്ലേ? ലോബ്സ്റ്റർ കണ്ട ജീവനോടെ കൂടി കിടക്കണം. കണ്ട ഇവിടെ ടാങ്ക്, അക്വേറിയം ടാങ്ക് ഉണ്ടാക്കിയിട്ട് കണ്ട അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതാ. ഇത് ജീവനുള്ളതാട്ടാ. ഓ, ദേ വലിയ എമണ്ടൻ ഞണ്ടുകളെ കാണണം. പക്ഷെ എൻ്റെ അമ്മോ, സുലേട്ടത് വിൽക്കാൻ വെച്ചതാണോ? എന്താ
ഫിഷ് നമുക്ക് ജീവനോടെ വേണമെങ്കിൽ ഒന്ന് പിടിച്ചുണ്ടോ കേട്ടോ, അതിനുള്ള സാധനമാണെന്നാ പറഞ്ഞത് ഇവിടെ. പൊളി, എന്ത് വലുപ്പം അതൊക്കെ. എന്താ കാണിക്കാൻ? ഓ, ഇവിടുത്തെ എന്ത് നമ്മുടെ പാറഞ്ഞുണ്ട് അറിയണത് ചൊല്ലട്ടാ, മറ്റു തരം ഞണ്ട്, വ്യത്യസ്തങ്ങളാർന്ന ഞണ്ടുകളെ കാണാട്ടോ ഇവിടെ. നമ്മളൊക്കെ അക്വരത്തിൽ മീനിട്ടേക്കുന്ന നേരം ഇവിടെ ഒന്ന് നോക്കിടാ, ആ ഞണ്ടുകളുടെ വലുപ്പം നോക്കി. അമ്മോ, ചെയിൻഡ് രാക്ഷസ ഞണ്ട് എന്നൊക്കെ പറയലടാ. പൊന്നോ, അതാ നമ്മൾ മാർക്കറ്റിനകത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ ഇവിടെ കട്ടിങ്ങിൻ്റെ ഏരിയയിലേക്ക് ഇവിടെ പോവുക. ഇവിടെ നല്ല ക്യൂ ആവട്ടെ, തിരക്കുള്ള ദിവസങ്ങൾ. നമ്മൾ വീക്കെൻഡിൽ വരുമ്പോഴാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. വീക്കെൻഡിൽ ഇവിടെ നല്ല ക്യൂ ആയിരിക്കും കേട്ടോ. ഇവിടെ കട്ടിങ്ങിന് എത്ര എടാ, കട്ടിങ്ങിന് എത്ര ഇവിടെ? ഒരു തരുമോ സുലഭം? കട്ടിങ്ങിന് എത്ര ഇവിടെ? കിലോ 3 രൂപ. 1 കിലോന് 3 രൂപ. 1 കിലോ മീൻ കട്ട് ചെയ്യാൻ വേണ്ടി 2.50 അല്ലേ? 1 കിലോ ഫിഷ് കട്ട് ചെയ്യാൻ 2 രൂപ 50 പൈസ കൊടുക്കണം. അതാണത്. കട്ടിങ് സെൻ്റർ ആണ് ഇവിടെ, ഫിഷ് കട്ടിങ് ഏരിയ ആണ് ഇവിടെ കംപ്ലീറ്റ്. എത്രയോ തൊഴിലാളികൾ ഒരുമിച്ച് നിന്ന് പണിയെടുക്കുന്ന കട്ടിങ് സെൻ്ററാണ് മക്കളെ ഇത്. കണ്ട, ഭയങ്കര സൗണ്ടാണ് ആകെ. നമ്മൾ പിന്നെന്താ പറയുക, ഇത് കട്ടിങ്ങിന് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ബില്ല് കാര്യങ്ങൾ തരും. അത് നമുക്കിവിടെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ പുറത്ത് ഇതുപോലെ ഒരു സ്ക്രീനുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ നമ്മുടെ നമ്പർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവിടെ കളക്ഷൻ പോയിന്റ് ഉണ്ട്, ഫിഷ് കളക്ഷൻ. അപ്പോൾ ഫിഷ് കളക്ഷൻ സെൻറ്ററിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അത് വാങ്ങിക്കുക. അത്രയുള്ള പരിപാടി. നമ്മളിപ്പോൾ അകത്തുനിന്ന് വാങ്ങിച്ച ഫിഷ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ ഇവർ ഗ്രില്ല് ചെയ്ത് നമുക്ക് സാധനം തരും കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുന്ന ഭാഗത്തുണ്ട്. നമ്മൾ അവിടുന്ന് എന്താ പറയുക, നമ്മൾ ഗ്രില്ല് ചെയ്ത ഫിഷ് നമുക്കിതിവിടെ ഈ കായലിൻ്റെ, ഇത് കായലും കടലാണോ കായലാണോ ഒന്നും മനസ്സിലാകുന്നില്ല, അതിൻ്റെ മുമ്പിൽ നിന്നും നമുക്കിതുപോലെ ഇരുന്ന് കഴിക്കാനുള്ളൊരു ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ഗ്രില്ല് ഉണ്ടാക്കിയുള്ള ഗുണം. മനസ്സിലായോ? കാരണം അതാണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവ സൺസെറ്റും കാണാം. പൊളി പൊളി പൊളി. നമുക്ക് ഇത് അവിടെയാണ് മീനുകളൊക്കെ വന്നിറങ്ങുന്ന സ്ഥലം കേട്ടോ. ആ ഭാഗത്തേക്കാണ് മീനുകളൊക്കെ വന്നിറങ്ങുന്ന സ്ഥലം. അല്ല സുല്ലേട്ടാ, ഇപ്പോൾ രാവിലെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ഈവനിങ് ആണ് വന്നിട്ടുള്ളത്. നല്ല പൊളി വൈബാട്ടോ ഇവിടെ. നല്ല ശരിക്കും ഒരു മീൻ മാർക്കറ്റിൻ്റെ ഒരു സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി മാർക്കറ്റാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ വീഡിയോ ഇവിടെ പരിപൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റാ, ബൈ ബൈ.